നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നത് ദുരൂഹ ബിസിനസ് ഡീലാണോ? കൊച്ചി സ്റ്റേഡിയം നവീകരണ വിവാദത്തിൽ സ്പോൺസർക്കും അതോടൊപ്പം GCDക്കുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈബി ഈഡൻ MP. സ്പോൺസർ കമ്പനിയുമായി GCDക്കുള്ള കരാറിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന് ഹൈബി ആവശ്യപ്പെട്ടു. ദുരൂഹ ഇടപാട് നടന്നിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നവീകരണ പ്രവർത്തനത്തിലുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാക്കണം. ഡിസംബറിലെ ISL മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സ്റ്റേഡിയം സജ്ജമാകുമോ? അർജന്റീന മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ സ്പോൺസർക്ക് സ്റ്റേഡിയത്തിലുള്ള അവകാശങ്ങൾ നിലനിൽക്കുമോ? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈബി ഈഡൻ GCDക്ക് കത്തയച്ചു. എങ്ങനെയാണ് ഈ കരാറിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്? അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട്. ഇത് പറയാനുള്ള കാരണം, ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. മെസ്സിയുടെ അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബിന്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോകോളുകളും പാലിച്ചിട്ടില്ല. ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോ സ്പോർട്സ് ഫൗണ്ടേഷൻ, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ആ കരാർ? ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ്. ഞാനിപ്പോ ഒരു ചോദ്യാവലി ബഹുമാനപ്പെട്ട GCD ചെയർമാന് നൽകിയിട്ടുണ്ട്. എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ്, എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത്? വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, മെസ്സി നവംബറിൽ വരും എന്ന് ആദ്യം സ്പോൺസർ പറയുന്നു, പിന്നീട് പറയുന്നു മാർച്ചിൽ വരും. അങ്ങനെ പറഞ്ഞു മലയാളികളെ പറ്റിച്ചൊരു സ്പോൺസർ. മാത്രമല്ല, അതിനിടെ നടന്ന പല ഇടപാടുകളിലും ദുരൂഹത സംശയിക്കണം. പ്രത്യേകിച്ചും കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില കരാറുകളിൽ അത്തരമൊരു കരാറുണ്ടോ? എന്തടിസ്ഥാനത്തിലുള്ള കരാറാണ്? മാത്രമല്ല, സാധാരണ ഒരു സ്റ്റേഡിയം, പുതിയൊരു സ്റ്റേഡിയം നിർമ്മിക്കാൻ 125 കോടി രൂപ മാത്രം മതി എന്നാണ് പൊതുവെ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇവിടെ കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് മാത്രം 70 കോടി രൂപ മുടക്കി, അല്ലെങ്കിൽ താൻ മുടക്കും എന്ന് അവകാശപ്പെടുന്ന സ്പോൺസർ. അങ്ങനെ ഹൈബി ഈഡൻ ഉന്നയിച്ചത് സ്വാഭാവികമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്, മലയാളികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളാണ്. എന്താണ് ഈ വിഷയത്തിൽ? ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ശേഷം 2:30 സ്പോൺസർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഹൈബിയുടെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്കൊക്കെ കൃത്യമായും മറുപടി നൽകണം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ഡീലിൽ, കൊച്ചി സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കരാറിൽ ദുരൂഹത സംശയിക്കണോ? ടോം, ഇപ്പോൾ പുറത്തു വരുന്നതും ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ GCDയോ അതുപോലെ സ്പോൺസറോ സർക്കാരോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഹൈബി ഈഡൻ ആരോപിക്കുന്നത് പോലെ ഇതിലൊരു ഷെയ്ഡി ഡീൽ ഉണ്ട് എന്ന് തന്നെയാണ്. അത്തരം ദുരൂഹമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 125 കോടി രൂപ മുതൽ മുടക്കിയാൽ ഒരു പുതിയ സ്റ്റേഡിയം തന്നെ, അതായത് ഇന്റർനാഷണൽ ലെവലിൽ ഒരു പുതിയ സ്റ്റേഡിയത്തിന്റെ പണി തീർക്കാമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് 70 കോടി രൂപയാണ് താൻ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി മുടക്കുന്നത് എന്നുള്ള പ്രഖ്യാപനവുമായി സ്പോൺസർ രംഗത്ത് എത്തിയിരിക്കുന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഭാഗത്തെ മതിലിന്റെ പണിയോ അതല്ലെങ്കിൽ മരം മുറിച്ചു മാറ്റിയതോ കുറച്ച് മെറ്റൽ നിർത്തിയതോ ആയി പിന്നെ ഫ്ലഡ് ലൈറ്റുകളുടെ പണിയും നടക്കുന്നുണ്ട്. അതായത് സ്റ്റേഡിയത്തിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അവരുടെ പ്രവേശനമില്ലാത്തത് കൊണ്ട് സീറ്റുകളുടെ അലൈൻമെന്റുകൾ നടക്കുന്നുണ്ട്, മറ്റ് അറേഞ്ച്മെന്റുകൾ നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും സ്റ്റേഡിയത്തിന് പുറത്ത് നടന്നിരിക്കുന്ന പണികൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു 1-2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ തുകയ്ക്ക് തീരുന്ന, അല്ലെങ്കിൽ ഒരു 5 ലക്ഷത്തിനകത്ത് കണക്ക് വെക്കാവുന്ന തരത്തിലുള്ള ചെറിയ തുകയ്ക്ക് തീരുന്ന പണികൾ മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളത്.
അത് ഈ ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ISLന്റെ മത്സരങ്ങൾ തുടങ്ങാനിരിക്കെ തന്നെ അവരുമായിട്ട് കരാറുള്ളത് കൊണ്ടും സ്റ്റേഡിയമായിട്ട് കരാറുള്ളത് കൊണ്ടും ഹോം ഗ്രൗണ്ട് ഇവിടുന്ന് മാറ്റാനുള്ള നീക്കത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളൊരു കേൾവി കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കരാർ GCDAക്ക് ഈ ISLുമായി കരാറുള്ള ഒരു സാഹചര്യത്തിൽ അതിനും മറുപടി പറയേണ്ടുന്ന ഒരു വലിയ സാഹചര്യം അങ്ങോട്ട് നിലനിൽക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ ഹൈവേയുടെ മുന്നോട്ട് വെച്ചതുപോലെ എന്താണ് കരാറിലുള്ളത്, കരാറിന്റെ വിശദാംശങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഈ കരാറിന്റെ വിശദാംശങ്ങൾ ഇവർ GCDA ആയാലും സർക്കാരായാലും സ്പോൺസർ ആയാലും അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാത്ത സാഹചര്യം എന്താണ്? ഇത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. ഇനി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്റെ അവകാശം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ സ്റ്റേഡിയത്തിൽ അവകാശം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ മത്സരത്തിൽ അതായത് അർജന്റീനിയൻ ടീം, അതായത് മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനിയൻ ടീം വരില്ല എന്നൊരു സാഹചര്യത്തിൽ മറ്റു മത്സരങ്ങൾ നടത്താനുള്ള റൈറ്റ് ഈ സ്പോൺസർക്കുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം ഒരു അവകാശവാദം കൂടി സ്പോൺസർ ഉന്നയിച്ചിരുന്ന സാഹചര്യത്തിൽ GCDA ചെയർമാൻ അത് കഴിഞ്ഞ ദിവസം നിഷേധിച്ചിരുന്നു. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു മത്സരങ്ങൾ ഇപ്പം മാർച്ചിൽ മെസ്സിയെ കൊണ്ടുവരും അല്ലെ മെസ്സി വരുമെന്ന് വീണ്ടും സ്പോൺസർ അവകാശപ്പെടുന്നുണ്ട്. അതുവരെയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത്, അതിന് എത്ര രൂപ ചെലവുണ്ട്, അത് എത്ര കാലത്തേക്കുള്ള കരാറാണ്, ഇതെങ്ങനെയാണ്, ഹൈബിയുടെ ചോദിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ് സംഘടിപ്പിച്ചോ ഇത്തരം സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ടീമിനെ എങ്ങനെയാണ് ഇതിന് സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചത്, അതിനുണ്ടായ സാഹചര്യം എന്താണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഹൈബിയുടെ MP മുന്നോട്ട് വയ്ക്കുന്നത്. കായിക കേരളത്തിന്റെ സംശയങ്ങളാണ്. ഈ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ ദുരൂഹമായിട്ടുള്ള കുറെ, അതായത് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. അതിന് എന്തുകൊണ്ടാണ് രേഖകളില്ലാത്തത്? നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ഈ സ്പോൺസർ തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ രേഖകളെ പറ്റി ചോദിച്ചപ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഡീലിന്റെ വിശദാംശങ്ങളെ പറ്റി ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ അറിയേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ വിവരാവകാശം നൽകി അതിന്റെ രേഖകൾ സംഘടിപ്പിക്കൂ എന്നാണ് ഈ സ്പോൺസർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ന് GCDA ചെയർമാനും അതിനകത്ത് വ്യക്തമായിട്ടല്ല മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ഒരു 4:30 കൂടി അതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പ് ഇറക്കും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ്. എന്തായാലും ഹൈബിയുടെ ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടത് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഫ്ലഡ് ലൈറ്റുകളുടെ പണി പുരോഗമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റേഡിയത്തിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ റൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന പണികൾ ഈ പറയുന്നത് 70 കോടിയോ അല്ലെങ്കിൽ 1 കോടിയോ അല്ലെങ്കിൽ 50 ലക്ഷമോ ചിലവാക്കിയോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ, അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കുക മാത്രമാണോ ഇതുകൊണ്ടുള്ളത്? അതോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇത്രയും പണം ചിലവാകുന്ന സാഹചര്യം എന്താണ്? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കായിക മന്ത്രാലയമായാലും GCDA ആയാലും ഈ സ്പോൺസർ ആയാലും മറുപടി. തീർച്ചയായും. അതോടൊപ്പം ഹൈബി ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു ആജ്ഞ. ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിന്റെ പരിസരത്തുള്ള ചില മരങ്ങൾ മുറിച്ചു മാറ്റിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അത്തരം നടപടി ഉണ്ടായതെന്ന്. യഥാർത്ഥത്തിൽ ഹൈബി ഉന്നയിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണോ സ്റ്റേഡിയത്തിന്റെ പരിസരത്തെ മരങ്ങൾ മുറിച്ച് മാറ്റിയത്? നടപടിക്രമങ്ങൾ പാലിക്കാതെ ആണോ എന്ന് തന്നെയാണ് ഹൈബി ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ഉത്തരവും നൽകേണ്ടത് GCDA ആണ്, അതുപോലെ സ്പോൺസറാണ്. പക്ഷെ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അത് ഏത് പ്രദേശത്തെ ആയാലും മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വനം വകുപ്പിന് അത് ഡിപ്പെൻഡന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഒരു ബൈലോ ഉണ്ട്, ഒരു നിയമമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഈ പ്രദേശത്തുള്ള, പ്രത്യേകിച്ചും കോർപ്പറേഷന്റെ പരിധിയിലുള്ള മരങ്ങളാകുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്വം GCDA കോർപ്പറേഷനും ഒക്കെ ചേർന്ന് വേണം അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ. പ്രത്യേകിച്ച് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് ഹൈബിയുടെ MP ആവശ്യപ്പെട്ടിട്ടുള്ളത്. മരങ്ങൾ മുറിച്ചു മാറ്റുകയും അതിനു ചുറ്റും കുറച്ച് മെറ്റൽ നിർത്തുകയും അതുപോലെ ലീസിന്, അതായത് ചില ആളുകൾക്ക് ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലത്താണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്നൊരു ആരോപണം കൂടിയുണ്ട്. അതായത് കുറച്ച് ഭാഗത്താണ് മതിൽ കെട്ടിയിട്ടുള്ളത്. അത്തരം ചില പണികളല്ലാതെ സ്റ്റേഡിയത്തിൽ എന്ത് നടന്നു, സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നു? 125 കോടി ചെലവാക്കി ഒരു പുതിയ
പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ, അതിന്റെ പ്ലാൻ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് 70 കോടി രൂപ, അതും നിലവിലുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അതിനെ ഇന്റർനാഷണൽ സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ, അതല്ലെങ്കിൽ അർജന്റീനിയൻ ടീം പോലെയുള്ള ഒരു ടീമിന് വന്ന് ഇതിലിവിടെ കളിക്കാനുള്ള ഒരു സാഹചര്യം, അവസരം, സ്പേസ് ഒരുക്കുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് 70 കോടിയുടെ കണക്ക് വരുന്നത് എന്നുള്ള കാര്യവും ദുരൂഹതയിലേക്ക് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള ഇതിൽ തന്നെയാണ് GCDA ചെയർമാൻ ഹൈബി ഈഡൻ MP ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതേസമയം അതിനുശേഷം മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചതിലൊരു ഷെയ്ഡ് ഡീൽ നടന്നിട്ടുണ്ട്. അതായത് സ്പോർട്ടിംഗ് ഇവന്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ പറ്റിക്കൊണ്ട് ഇതിനെ ഒരു വലിയ ബിസിനസ് ഡീലാക്കി മാറ്റുകയാണ് എന്നുള്ള കാര്യമാണ്. തീർച്ചയായും അങ്ങനെയെങ്കിൽ അത്തരം ഒരു രഹസ്യ ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ഇന്ന് 2:30 അല്പസമയത്തിനകം തന്നെ ഈ സ്പോൺസർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ GCDAയും സംസ്ഥാന കായിക വകുപ്പും ഈ വിഷയത്തിൽ മറുപടി നൽകണം. GCDAയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിട്ടുണ്ടോ? GCDA ചെയർമാനെ നമ്മൾ രാവിലെ മുതൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ആദ്യം നമ്മളോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ GCDA പോയിരുന്നതാണ്. അതേസമയം GCDA ചെയർമാൻ വന്ന ശേഷം ഞാനിത് മുഴുവൻ, അതായത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണവുമായിട്ട് ഞാനൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അത് 4:30 വാർത്താക്കുറിപ്പ് നൽകാം. അല്ലാതെ മാധ്യമങ്ങളോട് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറല്ല. ഒരു പക്ഷെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണോ, മറുചോദ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണോ, ഇതൊക്കെ ഭയന്നിട്ടാണോ എന്നുള്ള ഒരു സംശയം കൂടി ബാക്കിയാവുകയാണ്. കാരണം ഇതിനോട് നമ്മൾ പ്രതികരിക്കാൻ ചെന്നപ്പോഴും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാതിരിക്കുന്ന ആളുമല്ല. അതല്ലെങ്കിൽ നമ്മളൊരു പ്രതികരണവുമായി ചോദിച്ചാൽ അതിനെല്ലാം കൃത്യമായ പ്രതികരണം ഉള്ള ആൾ തന്നെയാണ് GCDA ചെയർമാൻ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് 4:30 വാർത്താക്കുറിപ്പ് നമുക്ക് അയക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിന് നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. ടോം സൂചിപ്പിച്ചതുപോലെ 2:30 മണിക്ക് ഈ സ്പോൺസർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടിയാണോ അതോ കൂടുതൽ ആർഗ്യുമെന്റ് ആണോ ഇതുമായി വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആർഗ്യുമെന്റുമായി അദ്ദേഹം വീണ്ടും രംഗത്തെത്തുകയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്നിരുന്നാലും മെസ്സി മാർച്ചിൽ വരുമെന്നുള്ള ഒരു നിലപാടിലാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴും അദ്ദേഹം ഉറച്ചു നിന്നിരുന്നത്. മെസ്സിയും അർജന്റീനിയൻ ടീമും വരില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇനി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താകും, അല്ലെങ്കിൽ സ്റ്റേഡിയം നവീകരണം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുമോ, ഏറ്റെടുത്ത നവീകരണം എന്താകും, അതല്ലേ അവിടെയെല്ലാം നമുക്കറിയാം സ്റ്റേഡിയം ഇപ്പോൾ ഇങ്ങനെ പൊളിച്ച് ഇളക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോ പകുതിക്ക് നിൽക്കുമോ? എന്തായാലും ISL മത്സരങ്ങൾ ഈ ഡിസംബറിൽ 1 മാസം കൂടിയുള്ളൂ ISL മത്സരങ്ങൾ ആരംഭിക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താവും തുടങ്ങിയ ഒരുപാട് ആശങ്കകളുണ്ട്. അത് കായിക കേരളത്തിന് ആശങ്കയുണ്ട്. എന്തായാലും ഹൈബിയുടെ ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ്. GCDA ഈ വിഷയത്തിൽ എന്തു മറുപടി നൽകും എന്താണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ചും ഈ സ്പോൺസറുടെ പല ഇടപാടുകളും, ഇതിനു മുൻപുള്ള പല ഇടപാടുകളും നമ്മൾ മലയാളികൾ കേട്ടതാണ്, സംശയത്തോടെ കാണേണ്ടതാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപ് മുട്ടിൻ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സ്പോൺസറുടെ പേര് അന്ന് നമ്മൾ ഉയർന്നു കേട്ടത്. വലിയ രീതിയിലുള്ള വനം കൊള്ള നടന്നൊരു കേസായിരുന്നു. ആ മുട്ടിൽമരം മുറി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കമെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ആരോപിക്കുന്നു. നിയമവിരുദ്ധ ഉത്തരവിറക്കിയ ചീഫ് സെക്രട്ടറി ജയതിലക് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിച്ചില്ല. ജയതിലക് റവന്യൂ സെക്രട്ടറി ആയിരിക്കെയാണ് മരം മുറിക്കാനുള്ള വിവാദ ഉത്തരവിറക്കിയത്. ആകെയുള്ള 42 പോലീസ് കേസുകളിൽ 19 എണ്ണത്തിലും കുറ്റപത്രങ്ങൾ ഇനിയും നൽകിയിട്ടില്ല. പിടിച്ചെടുത്ത മരം നശിച്ചു പോകുന്നതിൽ സൗത്ത് വയനാട് DFOയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായെന്നും ജോസഫ് മാത്യു ആരോപിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നാളിതുവരെയുള്ള എല്ലാ വസ്തുതകളും പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അന്ന് ഈ നിയമവിരുദ്ധമായ ഉത്തരവ് തന്നെ, അങ്ങനെ തന്നെ പറയാമോ, നിയമവിരുദ്ധമായ ഉത്തരവ് 24/10/2020 ഇറക്കിയ അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ജയതിലക്, അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം റവന്യൂവിലെ മറ്റ് ചില ഉദ്യോഗസ്ഥരുമുണ്ട്. അവരുടെയും റോളുകളും കൂടി തീർച്ചയായിട്ടും ഇതിൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതായിരുന്നു. ഒരു കൃത്യമായ പ്രോസിക്യൂഷൻ നടത്തണമെങ്കിൽ, ഒരു സത്യസന്ധമായ അന്വേഷണമാണെങ്കിൽ
തീർച്ചയായിട്ടും അവരുടെ റോളും കൂടി അന്വേഷിച്ചു കൊണ്ടുവേണ്ടിയിരുന്നു ഈ കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കാൻ. പക്ഷെ അങ്ങനെയൊന്നും ഒരു അന്വേഷണവും നടന്നിട്ടില്ല. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയായിരുന്നു ഈ മുട്ടിൽ മരമുറി കേസ്. ഏകദേശം പോലീസ് 42ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ആരോപിക്കുന്നത് പോലെ അതിൽ ഇപ്പോഴും നിരവധി കേസുകളിൽ ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടില്ല. പല ദുരൂഹതയും സംശയിക്കണം. എന്താണ് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തു നിന്നും, ഈ കേസിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തു നിന്നും നീക്കിയത്? ടോം, ഗുരുതരമായ ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ് ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കേസിൽ വല്ലാതെ കാലതാമസം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 5 വർഷമാകാൻ പോവുകയാണ്. എന്നിട്ടും ഈ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നില്ല. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിലെ കുറ്റപത്രം വളരെ ദുർബലമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പോലീസിനെയും അതുപോലെ മറ്റ് റവന്യൂ അധികാരികളെയൊക്കെ ഇക്കാര്യം ധരിപ്പിക്കുകയും 37 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഇക്കാര്യങ്ങൾ കത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കുറ്റപത്രം ദുർബലമാണെന്ന കാര്യം വിശദീകരിച്ചതിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കൃത്യമായ ഉന്നത അധികൃതരുടെ അറിവോടെ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഇവരെ രക്ഷിക്കുവാൻ വേണ്ടി മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ദുർബലമായ ഒരു കുറ്റപത്രം കൊണ്ട് ഈ കേസ് ജയിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ആ സ്ഥാനം ഒഴിവാക്കുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞിട്ടുള്ള കാര്യം. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഈ കേസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ ഉത്തരവ് വരാനുള്ള സാഹചര്യമാണ്. അതിൽ അന്നത്തെ റവന്യൂ സെക്രട്ടറി ആയിട്ടുള്ള ഈ ജയതിലകൻ ഉൾപ്പെടെ അതിൽ പങ്കുണ്ട്. എന്നാൽ അക്കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഈ മരം മുറി മാത്രമായിട്ട് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടികളെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും, വിലയിരുത്തേണ്ടി വരും. അപ്രകാരം തന്നെയാണ് ഈ കേസിന്റെ ഒരു അന്വേഷണം നടന്നിട്ടുള്ളതെന്നും നിലവിൽ ഇനിയും 19 കുറ്റപത്രം കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒന്നും ഒരു തരത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമല്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിലെ കർഷകരാണ് ഈ കേസിൽ ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്കൊപ്പം തന്നെ പ്രതികളായിട്ടുള്ളത്. അവരെ ഈ കേസിൽ നിന്ന് ഈ അവരെ പറഞ്ഞ് പറ്റിച്ചാണ് ഈ മരം മുറിച്ചത് എന്നുള്ള കാര്യങ്ങൾ അവർ റവന്യൂ വകുപ്പ് മുമ്പാകെ അറിയിക്കുകയും ആ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് ആദ്യം സ്വീകരിക്കുമെന്നും അവരെ സംരക്ഷിക്കുമെന്നും വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ വിശദീകരണം തള്ളിക്കൊണ്ട് ആണ് ഇപ്പോൾ RTOയുടെ ഭാഗത്തുനിന്നുള്ള നടപടി വന്നിരിക്കുന്നത്. അതായത് ഈ കേസിൽ അവർക്കെതിരായ റവന്യൂ നടപടികൾ, അവർ പിഴയടക്കേണ്ടതായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റവന്യൂ നടപടി നീക്കങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അത് കർഷകരെ സംരക്ഷിക്കുന്ന ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ലഭിച്ചിട്ടില്ല എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കർഷകരെ മാത്രം ബലിയാടാക്കി, എന്നാൽ ഈ കേസിലെ ആസൂത്രകരായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും അഗസ്ത്യ സഹോദരന്മാരെയും ഒക്കെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ ചില വീഴ്ചകൾ സംഭവിച്ചത് അദ്ദേഹം പറയുന്നുണ്ട്. വനം വകുപ്പ് ഈ കേസിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതിന്റെ കാരണമായി വനം വകുപ്പ് പറയുന്നത്, വനം വകുപ്പ് ചുമത്തിയിരിക്കുന്നത് നാമമാത്രമായ അല്ലെങ്കിൽ വലിയ ശിക്ഷ കിട്ടുന്ന വകുപ്പുകളല്ല എന്നുള്ളതാണ്. വനവകുപ്പിന്റെ ഭാഗത്തുണ്ടായ അന്വേഷണത്തിൽ അത്തരം വകുപ്പുകൾ ചുമത്താനുള്ള കുറ്റമാണ് വനവകുപ്പിനുള്ളത്. പക്ഷേ അങ്ങനെ വനംവകുപ്പ് ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ അതിൽ ചെറിയ ശിക്ഷകൾ നൽകി ഇവർ രക്ഷപ്പെടുമെന്നൊരു വിശദീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ജോസഫ് മാത്യു പറയുന്നത്, വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ അതും ഈ കേസിന് സഹായകമാകുന്ന ഒരു സാഹചര്യം തീർക്കുമായിരുന്നു. അത്തരത്തിലൊരു നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതായത് റവന്യൂ, പോലീസ്, വനംവകുപ്പ് എന്നീ 3 വിഭാഗങ്ങളും ഒരുമിച്ച് നീങ്ങിയാൽ മാത്രമാണ് ഈ കേസിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുക. എന്നാൽ അത്തരത്തിലൊരു നീക്കം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ്. ജയതിലകടക്കമുള്ളവർക്ക് സുരക്ഷ ഒരുക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഒരു വിചാരണയ്ക്കിടെ ഒളിഞ്ഞു പോകാവുന്ന കുറ്റപത്രമാണ് പോലീസ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും ഇനിയും കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഉണ്ടെങ്കിലും അതിൽ കാലതാമസം വരുന്നത് ഈ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള മെല്ലെപ്പോക്ക് കൊണ്ടാണെന്നും ഇത് കൃത്യമായ മുകളിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമുള്ള വന്ന സമ്മർദ്ദം കാരണമാണെന്നും കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണെന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ടോം, തീർച്ചയായും എന്തായാലും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിക്കുന്നത് ഗൗരവമേറിയ വിഷയമാണ്. അനുമോദ്, ജയതിലകനെതിരെ
അതായത് നിലവിലെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള എ ജയദേവനെതിരെ IAS ഉദ്യോഗസ്ഥർ തന്നെയാണ് പല ആരോപണങ്ങളും ഉന്നയിച്ച് രംഗത്തെത്തിയത്. പക്ഷെ അതിനുശേഷവും അദ്ദേഹം ചീഫ് സെക്രട്ടറി പദവിയിൽ വരുന്നു. സ്വാഭാവികമായും ഏറ്റവും ഉന്നതമായൊരു പദവിയിൽ നിൽക്കുമ്പോൾ ഈ കേസിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പല ഗൂഢശ്രമങ്ങളും ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഈ കേസിലെ പ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരങ്ങൾ അവരുടെ പല ഇടപാടുകളും ഈ സമീപകാലത്ത് വന്നതുൾപ്പെടെ സംശയത്തോടെ കാണേണ്ടതാണ്. കാരണം സർക്കാർ സംവിധാനങ്ങൾ പോലും കൊച്ചി സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ സംവിധാനങ്ങൾ പോലും അവർക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നു. ഈ ഇവിടുത്തെ പോലീസ് ഉന്നതർ അവർക്ക് അവരുടെ ഒപ്പം ചർച്ചയ്ക്കിരിക്കുന്നു. അതായത് മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ ഈ പോലീസ് ഉന്നതരാണ് ഇരിക്കുന്നത്. അങ്ങനെ വലിയ സ്വാധീനമുള്ള അഗസ്റ്റിൻ സഹോദരങ്ങൾ, അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വഴിവിട്ട ഇടപാടുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണോ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിക്കുന്ന ആരോപണം? തീർച്ചയായും ഇതിലെ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ട തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിയമം നടപ്പാക്കേണ്ടവരുടെ ഭാഗത്തുള്ള നടപടികൾ എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇതിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ നടക്കുകയാണെങ്കിൽ മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടുക. ആ പ്രതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കൊടുത്ത 69 പേരായിരുന്നു നേരത്തെ പ്രതിപട്ടികയുള്ളത്. അതിൽ 8 പേർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കർഷകരെയും മറ്റ് ആളുകളെയും ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അഗസ്റ്റ് സഹോദരങ്ങളും അതേപോലെ ഡ്രൈവറും അങ്ങനെ വില്ലേജ് ഓഫീസർമാർ അങ്ങനെ 8 പേർ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിപട്ടികയിലുള്ളത്. ഇപ്പോഴത്തെ നടപടികളിൽ ഇപ്പോഴത്തെ ഈ കുറ്റപത്രങ്ങളുടെ സ്വഭാവമൊക്കെ കാണുമ്പോൾ ഈ തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രതിഭാഗത്തിന് അനായാസം പൊളിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ കുറ്റങ്ങൾ ആരോപിച്ചിട്ടുള്ളത്. അതിൽ 37 പ്രശ്നങ്ങൾ അക്കമിട്ടുകൊണ്ട് ഇദ്ദേഹം ജോസഫ് മാത്യു അധികൃതർക്ക് ഈ കാര്യങ്ങൾ പോലീസിന്റെ ഉന്നതരുമായിട്ടൊക്കെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. 37 പ്രശ്നങ്ങൾ ഈ കുറ്റപത്രങ്ങളുണ്ട്, ഇത് ഇത്തരത്തിലാണ് വേണ്ടത് എന്ന നിർദ്ദേശമടക്കം അദ്ദേഹം സമർപ്പിച്ചെങ്കിലും അതിനുശേഷം അദ്ദേഹത്തെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഈ ദുർബലമായ കുറ്റപത്രവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആ കുറ്റപത്രത്തിലാകട്ടെ ഈ ഉത്തരവ് ഇറക്കിയവരെ കുറിച്ചോ അതിന് കൂട്ടുനിന്നവരെ കുറിച്ചോ അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഈ മരം മുറിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ ആ മരം മുറിച്ചതിന് ഉത്തരവിന്റെ പിൻബലമുണ്ട് എന്ന കാര്യം നിലനിൽക്കെ മരം മുറിച്ചു എന്നുള്ളൊരു കുറ്റം നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയതാണ് ഇതിൽ ആദ്യം അന്വേഷിക്കപ്പെടേണ്ടതെന്നും അല്ലെങ്കിൽ ഈ ഉത്തരവ് ഇറക്കിയതിന് പിന്നിലെ ഗൂഢാലോചനയാണ് ആദ്യം വ്യക്തമാകേണ്ടതെന്നും അദ്ദേഹം പറയുമ്പോൾ ആ ഉത്തരവ് ഇറക്കുന്ന സാഹചര്യത്തിലേക്കോ അതിന്റെ പിന്നിലെ മറ്റു വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ആ ഉത്തരവ് ഇറക്കിയതിൽ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ നടന്നിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ആർക്കു വേണ്ടിയാണ് ആ വഴിവിട്ട് ഇടപാടുകൾ നടന്നത്, അതിൽ രാഷ്ട്രീയ ഉന്നതർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ ഈ സംഭവത്തെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ, അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും സത്യം പുറത്തു വരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഈ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉന്നയിച്ച് പരസ്യ പ്രസ്താവന നടത്തിയ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യുവിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയത് തന്നെ. പക്ഷേ അങ്ങനെയെങ്കിൽ ജോസഫ് മാത്യുവിൻ്റെ ആവശ്യം എന്താണ്? നിലവിലെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് യാതൊരു തൃപ്തിയുമില്ല. ഒരു കേന്ദ്ര ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടി സ്വീകരിക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷകൾ അല്ലെങ്കിൽ പരാതി നൽകാനോ തയ്യാറാകുന്നുണ്ടോ? ടോം, നിലവിൽ ഇദ്ദേഹത്തിന് കേസുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ കേസ് APP ആണ്, അതായത് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കേസ് ഈ കോടതിയിൽ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും അറിയുന്നത് കൊണ്ട് ഇതിന്റെ ഭാവി ഇങ്ങനെയാകും എന്ന് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയുകയാണ്. ഇപ്പോൾ നിലവിൽ പറയുന്നത് ഈ ഒരു കേസിൽ നീതി ലഭിക്കണമെങ്കിൽ നിയമം, അതായത് പൂർണ്ണമായിട്ടും തെറ്റ് ചെയ്തവർ മുഴുവൻ ഇതിന്റെ നിയമത്തിന്റെ വലയിൽ അകപ്പെടണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ്. കാരണം നിലവിലെ കേരളത്തിലെ പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗമായിട്ടുള്ള ക്രൈംബ്രാഞ്ച് ആവട്ടെ മറ്റേതെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആവട്ടെ അങ്ങനെ ആരെ കൊണ്ടാണെങ്കിലും നിലവിൽ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ടുള്ള ഉന്നതരെ കൊടുക്കുവാൻ അല്ലെങ്കിൽ നിയമത്തിന്റെ വലയിലേക്ക് കൊണ്ടുപോയി നിയമത്തിന്റെ ഭാഗമാക്കുവാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് CBIയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളോ ഈ കാര്യത്തിൽ അന്വേഷണം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. നിലവിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കേസിൽ ഇരകളാക്കപ്പെട്ട കർഷകരുടെ വിശദീകരണം അത് റവന്യൂ വകുപ്പ് തള്ളി എന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ പ്രസക്തമാകുന്നത്. അതായത് തങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് പണം
ചെറിയ തോതിൽ പണം അതായത് 10,000 രൂപയോ മറ്റോ കൊടുത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ മുറിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്ന് കർഷകരുടെ വിശദീകരണം റവന്യൂ വകുപ്പ് തള്ളിയതിന്റെ പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേസിൽ കർഷകർ ഇരകളാക്കപ്പെടുകയും ഇതിന്റെ ആസൂത്രകരായിട്ടുള്ള ഇതിന്റെ മുഖ്യ ഗുണഭോക്താക്കളായ ആളുകളൊക്കെ ഇതിന്റെ രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഈ പുതിയ സംഭവവികാസങ്ങൾ വഴിവെക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാണെങ്കിൽ ഇതിൽ നീതി നടപ്പാക്കണമെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര സംഘം അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസി ഇക്കാര്യം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ടോം, യെസ്, വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ്. അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഡോക്ടർമാരും ഉൾപ്പെടുന്ന വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിൽ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടുന്ന ഉത്തരവിന്റെ മറവിൽ പോലീസ് ഒത്താശയിലാണ് തട്ടിപ്പ്. 9 പോലീസ് ഉദ്യോഗസ്ഥരും 3 സർക്കാർ ഡോക്ടർമാരും ഒരു അഭിഭാഷകനും ഉൾപ്പെടെ 66 പ്രതികളാണ് കേസിൽ. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. എന്റെ കണക്കൂട്ടൽ ഇവിടെ 2000-ഓളം കേസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2000-ഓളം കേസ് ഈ ജില്ലയിൽ വൻതോതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷം കേസ് സെറ്റിൽ ചെയ്ത് പൈസ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് വരുമ്പോൾ അത് 50 കോടിയോ അതിന്റെ മുകളിലേക്ക് എത്തുമെന്നാണ് എന്റെ എളിയ ഒരു കാൽക്കുലേഷൻ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ ഏകദേശം 1000-കണക്കിന് തട്ടിപ്പുകൾ, അതായത് ഇൻഷുറൻസ് തട്ടിപ്പുകൾ ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ നടത്തിയിട്ടുണ്ടെന്ന് ഉള്ള ആരോപണമാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ, പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഏറ്റവും ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹനമാണെങ്കിൽ, ഇൻഷുറൻസ് പരിരക്ഷയുള്ള വ്യക്തിയാണെങ്കിൽ അതിന് ക്ലെയിം സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. അത്തരത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ആളുകൾക്ക് അപകടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാഹനം ഓടിച്ചുപോയി അത് മറിഞ്ഞു വീണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയൊക്കെ വീണ അപകടം പറ്റിയാൽ അതൊരു റോഡ് ആക്സിഡന്റ് കണക്കാക്കില്ല. അത് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിന്റെ കണക്കിലാണ് പെടുത്തുക. അങ്ങനെയുള്ള അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ആ ഒരു പഴുത് മറികടക്കാനാണ്, മറികടക്കാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇല്ലാത്ത അപകടങ്ങൾ ഉണ്ടാക്കും. അതായത് ഒരാൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ സ്വയമേവ മറിഞ്ഞു വീണ് അപകടം ഉണ്ടായാൽ പോലും അത് മറ്റൊരു വാഹനം ഇടിച്ചിട്ടതാണ് എന്ന തരത്തിലേക്ക് കേസ് മാറ്റും. അതിനായി തെളിവുകൾ വ്യാജമായി സൃഷ്ടിക്കപ്പെടും. വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ FIR-കൾ, സാധാരണഗതിയിൽ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും മാസങ്ങൾക്ക് ശേഷം അത് കോടതികളിൽ പോയി CMB ഫയൽ ചെയ്യും. പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ അന്വേഷിച്ച് FIR ഇടാൻ നിർദ്ദേശം നൽകും. അപ്പോൾ എല്ലാം അവിടെ തയ്യാറായിരിക്കും. ഈ പരാതി പോകുന്ന ആളുകൾക്ക് അനുകൂലമായി പോലീസ് FIR ചാർജ് ചെയ്യും. അവിടെ വ്യാജ അപകടം സൃഷ്ടിക്കപ്പെടും. വ്യാജ FIR-കൾ തയ്യാറാക്കും. മഹസസാക്ഷികൾ വരും. അതുപോലെ തന്നെ ഈ അപകടം നടന്നുവെന്ന മൊഴികളും കണ്ട ആളുകളുടെ മൊഴിയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പാണ്. സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് ഇതിൽ പങ്കുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റുകളാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. വ്യാപകമായ ക്രമക്കേട് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെയ്യാറ്റിൻകര MSCT കോടതിയിൽ മാത്രം വന്ന ആ പരിധിയിൽ മാത്രം വന്ന കേസുകളാണ്. അതുതന്നെ കോടിക്കണക്കിന് രൂപയുടെ വരും. 60 പേരെ പ്രതികളാക്കിയാണ് ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. 3 ഇൻഷുറൻസ് കമ്പനികളാണ് പരാതിയുമായി പോയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി. അത് ഏതെങ്കിലും ഒരു ജില്ലയിലോ ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. സംസ്ഥാന വ്യാപകമായി തന്നെ തട്ടിപ്പുണ്ട്. ഇത്ര തട്ടിപ്പുകൾ നേരത്തെയും നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായി പല നടപടികൾ നിർദ്ദേശങ്ങളൊന്നും നടപ്പായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ തട്ടിപ്പുകൾ അതേപടി തുടരുന്നു. വലിയ കോടിക്കണക്കിന് രൂപ തട്ടിപ്പുകൾ നടക്കുന്നു. നടക്കാത്ത അപകടങ്ങൾ, നടന്ന വാഹനത്തിൽ മറിഞ്ഞു വീണാൽ അത് വണ്ടി ഇടിച്ചതായി കണക്കാക്കിക്കൊണ്ടുള്ള കേസുകൾ, അങ്ങനെ നിരവധി തട്ടിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതിൽ ഇനിയും ഒരു പിടി കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. ഇതിന്റെ ഒരു സൂത്രധാരൻ, മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനാണ്. അഭിഭാഷകനെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പൊക്കെ. അയാളുടെ ബന്ധുക്കളാണ് പലരും ഇതിൽ ചിലപ്പോൾ പരാതിക്കാരായി, ചിലപ്പോൾ ഈ അപകടം വണ്ടി ഓടിച്ച പ്രതികളായി
വാഹനങ്ങളായും ഒക്കെ വരുന്നത്. ഇയാളുടെ വാഹനമുണ്ട്, അയാളുടെ ബന്ധുക്കളുടെ വാഹനമുണ്ട്, മാറിയും മറിഞ്ഞും. ഒരു കേസിൽ അഭിഭാഷകന്റെ വാഹനം ഇടിക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ വാഹനം ഇടിക്കുമ്പോൾ അയാൾ അതിൽ പ്രതിയാകേണ്ടതാണ്. പക്ഷേ അവിടെ മറ്റൊരാളെ പ്രതിയാക്കുകയും അയാൾ ഇടികൊണ്ട ആൾക്ക് വേണ്ടി എന്ന നിലയിൽ വാദിക്കാനായി ഹാജരാകുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ക്രമക്കേട്, വ്യാപക തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കോടതി ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം പരിഗണിക്കുന്നത്. ഇപ്പോൾ പ്രതികളായി ഇൻഷുറൻസ് കമ്പനി നോട്ടീസ് നൽകിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിനകം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. തുടർവാദങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കോടതിയിൽ വരുന്നുമുണ്ട്. തീർച്ചയായും നിലവിലെ ഏത് ഏജൻസിയാണ് അരുൺ ഈ കേസ് അന്വേഷിക്കുന്നത്? ഇതിൽ നിലവിൽ 66 പ്രതികളുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു തട്ടിപ്പ്, ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. ഈ കേസിൽ ഇത് ഏത് കാലയളവിൽ നടന്ന തട്ടിപ്പാണ്? ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടോ? അരുൺ, ഇത് ഏത് കാലയളവിൽ നടന്ന തട്ടിപ്പാണെന്ന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഈ 66 പ്രതികൾ മാത്രമാണോ നിലവിൽ ഈ അന്വേഷണ പരിധിയിലുള്ളത്? ഏത് ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത്? 2016 മുതലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 3 ഇൻഷുറൻസ് കമ്പനികൾ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു MACT കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. കോടതി അതിന് നിർദ്ദേശം വൈകാതെ നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കോടതിയിൽ വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് കമ്പനി ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ വിവരങ്ങൾ, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട സ്വദേശിയായ ഒരു യുവാവ് 2016 ഒരു അപകടത്തിൽപ്പെടുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോൾ മറിഞ്ഞു വീണ് ഗുരുതരമായ പരിക്കേൽക്കുന്നു. അയാളെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ ഈ വാഹനം മറിഞ്ഞു വീണ് അപകടമെന്ന് രേഖപ്പെടുന്നു. പിന്നീട് ആണ് കഥകൾ മാറുന്നത്. അയാളെ ഗുരുതരമായ പരിക്ക് യുവാവിന് ഏറ്റു എന്നത് വസ്തുതയാണ്. അദ്ദേഹത്തെ പിന്നീട് വിദഗ്ധ പരിശോധനകൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ മുതൽ കാര്യങ്ങൾ മാറുകയാണ്. ഈ മറിഞ്ഞു വീണ്ട അപകടം മറ്റൊരു വാഹനം വന്ന് ഇടിച്ചു എന്ന വിധത്തിൽ ഒരു സ്കൂട്ടർ നമ്പർ അടക്കം ഇയാൾ നടന്നു പോകുമ്പോൾ സംഭവിച്ചത്. ഇയാൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ മറിഞ്ഞു വീഴുകയായിരുന്നു. പക്ഷേ പിന്നീട് ഈ കേസ് FIR ഇടുമ്പോൾ അത് നടന്നു പോകുമ്പോൾ നെയ്യാറ്റിൻകരയിൽ വെച്ച് കട്ടക്കണ സംഭവമാണ്. പക്ഷേ ഇത് നേരെ നെയ്യാറ്റിൻകരയിലേക്ക് ലൊക്കേഷൻ മാറുന്നു. നെയ്യാറ്റിൻകരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ബൈക്ക് ഇടിച്ചിടുന്നു എന്നതിന്റെ അപകടം മാറുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇത്തരം ഒരു ചങ്ങലയിലേക്ക്, തട്ടിപ്പിന്റെ ചങ്ങലയിലേക്ക്, ശൃംഖലയിലേക്ക് അന്വേഷണം കൊണ്ട് നിർത്തിച്ചതും വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരും. അരുണിലേക്ക് വരാം. ഇപ്പോൾ റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുകയാണ്. കൊച്ചി സ്റ്റേഡിയം നവീകരണ കരാറുമായി ബന്ധപ്പെട്ട നേരത്തെ എറണാകുളം MP ഹൈബീഡൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ വിഷയങ്ങളടക്കം ആന്റോ അഗസ്റ്റിൻ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നവംബർ മാസം 30 കഴിഞ്ഞാൽ സ്റ്റേഡിയം അവർക്ക് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികളോ അല്ലെങ്കിൽ ഇതിപ്പോൾ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് സ്റ്റേഡിയം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് GCDയുടെ അനുമതിയോട് കൂടിയിട്ട് അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ അനുമതിയോട് കൂടി നമ്മൾ നടപ്പിലാക്കാണ് വേണ്ടത്. അതെന്ന് പറയുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടപ്പിലാക്കുന്ന ഒരു സംഭവമാണ്. ഈ നവംബർ മാസം 30 ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റേഡിയം അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ 30 വർക്ക് തീർത്ത് സ്റ്റേഡിയം കളി അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളതാണ്. 17 കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേനെ. 17 ശേഷം കളി ഉണ്ടെങ്കിൽ ആ കളിക്ക് മുൻപ് വർക്കുകളും മുഴുവൻ തീർത്ത് നമ്മൾ 17 കളി കളിച്ചതിന് ശേഷം നമ്മുടെ കളി കഴിഞ്ഞാൽ അവസാനം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മാസം 30 ഈ സ്റ്റേഡിയത്തിന്റെ മുഴുവൻ വർക്കും പൂർത്തീകരിച്ച് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അർജന്റീന അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഗവൺമെന്റ് പ്രൊജക്റ്റാണ്. ഗവൺമെന്റ് പ്രൊജക്റ്റിന്റെ അകത്ത് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ്. ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, അവർ പിന്മാറിയതിനു ശേഷം ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ്. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ അകത്ത് ആ സ്പോൺസർ വന്നതിന് ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരും. തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുമ്പോൾ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അതിന് FIFA റാങ്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊച്ചി സ്റ്റേഡിയം തീരുമാനിക്കുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിന് FIFA അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് FIFA അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തി അത് FIFA ഇന്റർനാഷണൽ സ്റ്റാൻഡിലേക്ക് ഉയർത്തണം. അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ആ നടത്തിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ നടത്തുന്നില്ല. അല്ലാതെ എനിക്കിതിനകത്ത് അജണ്ടയില്ല.
ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇത് നടപ്പിലാക്കിയിട്ട് ഇതിൽ എന്താ ലാഭം അങ്ങനെ ഒരു ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല. കാരണം ചില ആൾക്കാർ അങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. കേരളത്തിൽ പണം മുടക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ശൈലിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ എൻ്റെ മനസ്സിലെന്താണ്, ഞാൻ ഇറങ്ങി തിരിച്ചു തന്ന പരിപാടിയിലാണ് കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം, കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം, സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം, ടൂറിസം ഡെവലപ്പ് ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാന്ന്. കാരണം കളി നടന്നില്ല, എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ഞാൻ സഹിച്ചോളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല, ഒരു ടിക്കറ്റ് വിട്ടിട്ടില്ല, ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും വർക്കിന് അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, അതും കൂടെ ഈ 31-ാം തീയതി തീർക്കും. ഏത് കാര്യത്തിലാണെങ്കിലും. ഇതൊരു പൊതുമുതലാണല്ലോ, സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഒരു സ്പോൺസറെയാണോ ആരെയാണോ ഏൽപ്പിക്കുമ്പോൾ അതിനൊരു അല്ല അത് ഞാനതാണ് പറയുന്നത്. അതാണ് പറയുന്നത്, ഒരു രേഖ അല്ലെങ്കിൽ സംവിധാനം എന്നൊക്കെ പറയുന്നത് ഇത് GCDയുടെ അണ്ടറിലുള്ള സ്റ്റേഡിയമാണ്. ഇത് ആരെങ്കിലും ഒരാൾ ഡെവലപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാ? അത് ഡെവലപ്പ് ചെയ്യുന്നത് GCD തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, GCD അപ്രൂവൽ വന്നിട്ട് ഇത് നടപ്പിലാക്കാൻ പറയും. ഇപ്പം ഞാൻ ഫെഡ്ലൈറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഫെഡ്ലൈറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക, കാറ്റ് പിടിച്ചാൽ താഴെ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. ഇപ്പോഴും നോക്കിക്കോളൂ, ഞാൻ ഈ രണ്ടെണ്ണേ തീർന്നിട്ടുള്ളൂ, 2 വർക്ക് നടക്കുകയാണ്. ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഒരാണ്ട് ഈ JCDന്റെ അവസ്ഥ ഇങ്ങനെ ഈ പറയുന്ന ഫെഡ്ലൈറ്റ് അങ്ങനെ നിൽക്കുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ്, GCD തീരുമാനിക്കുന്നുണ്ട് ഈ സൈസിലെ ഫെഡ്ലൈറ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ളൂ. ഞാൻ ചെയ്തു, അങ്ങനെ കണ്ടാൽ മതി. ഈ റിപ്പോർട്ടർ TV ഇപ്പം എന്ത് ചെയ്യുന്നു, GCAക്ക് വേണ്ടിയ പെർമിഷനുള്ള സാധനത്തിന്റെ പണം ഫ്രീ ആയിട്ട് മുടക്കുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം ഒന്നുമില്ല. അത് ചെയ്തു കൊടുക്കുന്നു. അതിനിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? കരാർ എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. നവംബർ മാസം 30-ാം തീയതി വരെ GCD ഈ കളിക്ക് നടത്താൻ വേണ്ടിയിട്ട്, ഇതിന്റെ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടും SKF ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നു അത് GCAയുടെ പെർമിഷൻ കൊണ്ട് നടത്താറുണ്ട്. അത് നടത്തുന്നു, അത്രേ ഉള്ളൂ. ഉണ്ടെന്നല്ലേ പറയുന്നേ. അത് ഞാൻ SKF ആണ്, എനിക്ക് GCAയുടെ ആയിട്ട് ബന്ധമില്ലല്ലോ. ഞാൻ SKFന്റെ അടുത്തതാണ്. കാരണം SKF ആണ് ഇതിന്റെ കളി നടത്തേണ്ട അതോറിറ്റി. മനസ്സിലായോ? അവരുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുമായിട്ട് കളി നടത്തുന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, നമുക്കൊരു വിവാദം ഉണ്ടാക്കണമെങ്കിൽ ആ വിവാദം കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവണ്ടേ? എവിടെയാണ് ഇതിന് നഷ്ടം? നഷ്ടം ആർക്കാ? നഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റേഡിയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് നന്നാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയും രാഷ്ട്രീയ വിവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ബാധിച്ചാൽ മതി. അല്ലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇന്നലെ രാവിലെ തുടങ്ങി പോകുന്ന വാർത്ത എന്താണ്, സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നിർത്തിവെച്ചു. എവിടെയാണ് വർക്ക് നിർത്തിവെച്ചത്? ഒരു സ്ഥലത്ത് കാണിച്ചുകൊണ്ടാണ് വർക്ക് നിർത്തിവെച്ചത്. അതായത് 1000-1200 ആൾക്കാർ പണിയെടുക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഒരാളെ പോലും പിൻവലിച്ചിട്ടില്ല. എല്ലാവരും വർക്ക് നടക്കുന്നു, എല്ലാ സംവിധാനങ്ങളും നടക്കുന്നു. നല്ല മഴ ആയതുകൊണ്ട് രാവിലെ 1 മണിക്കൂർ അങ്ങോട്ട് രാവിലെ എറണാകുളത്തുള്ളത് അറിയാം, നല്ല മഴയാണ് എറണാകുളത്ത്. 1 മണിക്കൂർ അങ്ങോട്ട് വർക്ക് നിർത്തിയത്. അവിടെ കുറച്ച് ആ പണിക്കാർ മാറിയുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം എന്താ നടന്നിട്ടുള്ളത്? ഈ വർക്ക് മുഴുവൻ ഇവിടെ നടക്കുന്നില്ല. ഞാൻ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വിളിച്ചത് എന്താ പറഞ്ഞാൽ, ഇത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇങ്ങനെ ആയിരുന്നോ കൊച്ചി സ്റ്റേഡിയം ഉണ്ടായിരുന്നത്? ഒരു കാട് മൂടി പഠിച്ച പേതാലയം പോലത്തെ കിടന്ന സാധനത്തിന്റെ അകത്ത് ഇവിടെ ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ, ഇത്രയും വൃത്തിയായില്ലേ? ഞാനതാ പറയുന്നത്. നവംബർ മാസം 30-ാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ. കൊച്ചി സ്റ്റേഡിയം ഒരു ഇന്റർനാഷണൽ ലെവൽ FIFA അപ്രൂവോടുകൂടി ഉണ്ടാവും. അതെന്റെ വാക്കാണ്. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ FIFA അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. ഒരു അവകാശമില്ല. എനിക്കിത് അവകാശം വേണ്ടതാനും എനിക്ക് വേണ്ടതാനും എനിക്കങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഇത് സ്പോൺസർക്ക് എന്തോ ദുരൂഹത എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 30-ാം തീയതിക്ക് ശേഷം സ്റ്റേഡിയേ വേണ്ട. നിങ്ങളിത് പിന്നെ ഞാൻ GCD ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. എനിക്ക് അങ്ങനെ വേണ്ട. ഒരു രേഖ കാണിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് പറയുക. എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നവംബർ 17-ാം തീയതി ഇന്റർനാഷണൽ മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പണം മുടക്കുന്നത് എന്റെ കയ്യിൽ നിന്നാണ്. ഞാൻ ആരുടെയും സർക്കാരിന്റെ പൈസ ചോദിച്ചോ, ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞോ, ചെയ്യാന്ന് പറഞ്ഞോ, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്, സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ആ നഷ്ടം പറഞ്ഞാൽ മതി. ഏത് നഷ്ടം ആർക്കാണ് ഉണ്ടാവുന്നത്? ഞാനിത് ഇനി നിങ്ങൾ പറഞ്ഞു ഇനിയുണ്ടല്ലോ 45 ദിവസം. ഈ 45 ദിവസം നിങ്ങൾ പറയുന്ന ഏത് വർക്കും ഞാൻ ചെയ്ത് തീർത്തുതരാം. നിങ്ങൾക്ക് ഇത് അപാകത കാണിക്കൂ. ഞാനിപ്പോൾ ഒരു സർക്കാർ പല പരിപാടികൾ സ്പോൺസർഷിപ്പ് എടുക്കാറുണ്ട് ഇല്ലേ, പല സംവിധാനത്തിൽ എടുക്കാറുണ്ട്. അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിക്കൊടുക്കും. ഞാൻ എത്ര വീടുകൾ കെട്ടി കൊടുത്തിട്ടുണ്ട്, ഞാൻ എത്ര വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്, ഞാൻ എത്ര കല്യാണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആരും പൈസ കൊടുത്തിട്ടാ? ഒന്നല്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച് ചെയ്ത് പിന്നെ പോകുന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചുള്ള ആ ലെവലിലേക്ക് ഇതിനെ വളർത്താൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ ആ ലെവലിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തുക, സ്റ്റേഡിയം ആ ഡെവലപ്പ് ചെയ്യുക. അത് നിർത്തിയ ശേഷം സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യുക. ഞാൻ എൻ്റെ പേരിൽ എഴുതി തരുന്നില്ലല്ലോ, എൻ്റെ പേരിലേക്ക് എഴുതി തന്നില്ല, ഒരു രേഖയില്ല, ഒന്നുമില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും, ഞാൻ നടത്തുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. SKF ഒരു മാസത്തേക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. നവംബർ 30 GC ഹാൻഡ് ഓവർ ചെയ്തത്. SKF അത് കളി നടത്താൻ വേണ്ടി അതിന് അപ്ഡേഷൻ ചെയ്യാൻ എന്നെ ഒരു മാസത്തേക്ക് നവംബർ 30 ഏൽപ്പിച്ചു. ആ 30 ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അല്ല അതെനിക്കറിയില്ല. അത് ഇത് അല്ല അതൊക്കെ അത് ഞാൻ പറയുന്നത് എന്താ അറിയോ, നമുക്ക് ഒരു മാസത്തേക്ക് സ്റ്റേഡിയം നിന്ന് കളി തീരുമാനിച്ചത് സർക്കാരാണ്. ആ ഒരു കളി തീരുമാനിച്ചതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിക്കും. ഇനി കളി എന്താ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ ആഘോഷിക്കുന്നത് എങ്ങനെയാ? മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ, അർജന്റീന വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താ, മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തെ അടുത്ത അല്ല ഒരു മിനിറ്റ് എന്താ 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് 2 മാസത്തിലെ ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഓസ്ട്രേലിയയുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നമുക്ക് ഫിഫ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഫിഫ അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് കളി നടത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ കളി നടത്തും. ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി ഇത് പറയും. ഇനി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മെസ്സി വരുമെങ്കിൽ ഇല്ല. ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീന വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. വരുന്നുണ്ട് മാർച്ച് മാസം വരും എന്ന് പറയുമ്പോൾ നവംബർ 30 വരെയുള്ള അല്ല അത് കഴിഞ്ഞില്ല, അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ പണി വർക്ക് തീർത്തിട്ട് സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാരിന് സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. സർക്കാർ പറയും ഇനി അർജന്റീനെ കൊണ്ടുവരണ്ട, മെസ്സിനെ കൊണ്ടുവരണ്ട, കളി നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചോട്ടെ. എനിക്ക് ആ നഷ്ടം ഞാൻ സഹിച്ചു. ആ നഷ്ടം സഹിച്ചു. അത് ഞാൻ സഹിച്ചു. ആ പൈസ എന്റെ പൈസ കൊടുക്കും. ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചൂന്നേ. അല്ല അത് നിങ്ങളുടെ ശൈലിയാണ്. നിങ്ങൾ ലാഭം കണ്ടിട്ട് മാത്രമേ കൈകാര്യം ചെയ്യുള്ളായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യങ്ങൾ പല കാര്യങ്ങൾക്ക് ലാഭം കാണാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിന് എന്തെങ്കിലും കൊണ്ട് ഗുണം ഉണ്ടാവണം കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ നിങ്ങൾക്കാണെന്ന് 70 കോടി വലിയ ബഹളാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ 130 അല്ല, അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നേ. അത് ആദ്യത്തെ ഗഡുവാണ് 130 കൊടുത്തത്. അതിനെങ്കിലും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ആ പൈസയുടെ കണക്ക് ഞാൻ ഓൾറെഡി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അല്ല ആ പൈസ എനിക്ക് തിരിച്ചു തരുമല്ലോ. ആ പൈസ ഒറിജിനൽ തരാത്ത പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങളാണ് ഉണ്ടാക്കുന്നത് തരാത്ത പ്രശ്നമുണ്ടെന്ന്. ഞാൻ പറയുമ്പോൾ എനിക്ക് അവർ തന്നോളൂ. അർജന്റീന വരുന്നില്ലെങ്കിൽ അവർ അത് ആ പൈസ എടുത്ത് മുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ. ആ പൈസ എന്നെ സംബന്ധിച്ച് നഷ്ടം എവിടെ ഉണ്ടാവുക? ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു, അതിന് നഷ്ടം. ഞാൻ എന്താ പറയുന്നറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിവാദം എന്ന് പറയുന്ന സാധനത്തിന്റെ ഭാഗത്ത് ഞാൻ ഇല്ല. കാര്യം എന്തുകൊണ്ടറിയോ, വിവാദം ഉണ്ടായിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷേ എന്താണ് ഒരു നാടിന്റെ വികസനത്തിന് ഉണ്ടാവുന്ന ദോഷം, ആ ദോഷം എന്താണ്? അത് പൊളിറ്റിക്സ് ആക്കാൻ പറ്റില്ല. അത് പൊളിറ്റിക്കിലേക്ക് മാറ്റിയിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവുന്നേ പറഞ്ഞു. അല്ല പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആകാശത്ത് ഉണ്ടാക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ സമയത്ത് ഞാൻ ചെയ്തതിനെല്ലാം ഡോക്യുമെന്റ് ഉണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പെർമിഷൻ ഉണ്ട്. ഇവിടെ എനിക്ക് 5, 6, 7 എഞ്ചിനീയർമാരുണ്ട്. ഇവിടെ സർക്കാരിന്റെ SKFന്റെയും GCDന്റെ ഒക്കെ ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട്. ഇവരെല്ലാം നോക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 38 എർത്ത് വേണം ഈ സ്റ്റേഡിയത്തിന്. ഈ ലൈറ്റുകൾ മുഴുവൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരെർത്തില്ലാതെ ഞാൻ പറഞ്ഞു. ഈ സ്റ്റേഡിയം ഇത്രയും നാൾ നോക്കി ഒരെർത്തില്ലാതെയാണ്. ഇപ്പൊ ഞാൻ 38 1 കോടിക്ക് മേലെയാണ് എർത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം. മനസ്സിലായോ? ഈ സ്റ്റേഡിയത്തിൽ ലൈറ്റ്സ് നിങ്ങളൊന്ന് മേലെ കയറി നോക്കും. ഞാൻ അതിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഇതിന്റെ അവസ്ഥ, മേലത്തെ അവസ്ഥ. കാറ്റ് പിടിച്ച താഴെ വിടാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഇത് മുഴുവൻ വൃത്തിയാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും രീതിയിലേക്ക് ഇതിപ്പോ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ സ്റ്റേഡിയം ഒന്നും കാണുന്ന ആൾക്കാരല്ലേ. ഈ സ്റ്റേഡിയം ഇങ്ങനെയായിരുന്നോ കിടന്നിരുന്നത്? ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഞാൻ ചെയ്ത തെറ്റെന്താ അതൊന്ന് പറഞ്ഞാൽ. അല്ല ഒരു മിനിറ്റ്, നിങ്ങൾ ഈ ഫാൾട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എഫേർട്ടിനെ അംഗീകരിക്കേണ്ട. അല്ല എഫേർട്ടിനെ അംഗീകരിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാതെ അതിനെ എന്താണ് വക്രവൽക്കരിച്ച് ഈ സംവിധാനത്തിൽ ഇല്ലാതാവില്ല. അല്ല അതാണ് ഫിഫ അംഗീകാരം. അല്ല മേഡം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒറ്റ മിനിറ്റ്, ഒരാൾ ചോദിച്ചു പറഞ്ഞു. ഞാൻ ഈ ഫിഫ അംഗീകാരം ഇല്ലാതെ ഒരു കളി നടത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയം കേരളത്തിൽ വേണ്ടെന്നാണോ? അങ്ങനെയാണോ? ഈ സ്റ്റേഡിയം ഇങ്ങനെ കാട് മുടിച്ച് കിടന്നാൽ മതിയോ? അല്ലെങ്കിൽ ഇത് അംഗീകാരത്തിൽ അല്ലെങ്കിൽ പറയണോ ഇത് ആൻറ്റി ഓഗസ്റ്റ് ഇത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോളൂ. അതാണ് ഞാൻ അംഗീകരിക്കാം. അങ്ങനെ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് അറിയില്ല ഈ ഫിഫ. കാരണം 2022 റൂളിലായിരുന്നു എന്ത് ഫിഫ അംഗീകാരം വേണമെന്ന് അറിയുന്നത്. നമ്മളെ വിചാരം എന്താ, 2017 അണ്ടർ-17 കളിച്ചാണ്. ഫിഫ അണ്ടർ-17 കളിച്ച സ്ഥലമാണ്. ആ സമയത്ത് ഈ സ്ഥാനത്ത് അംഗീകാരം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് സ്റ്റാൻഡേർഡ് മാത്രം മതിയായിരുന്നു, ഫിഫ അംഗീകാരം വേണ്ടിയിരുന്നില്ല. ഇപ്പൊ 2022 പുതിയ റൂൾ കൊണ്ടുവന്നു ഫിഫ. ആ റൂൾ പ്രകാരം എന്താണ്, ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അംഗീകാരം വേണം. ശരിക്കും എല്ലാ സ്റ്റേഡിയങ്ങളും ചെയ്യുന്ന പണി എന്താ? ഇപ്പൊ നിങ്ങൾ പല സ്റ്റേറ്റുകളും നോക്കിയറിയാം. പല സ്റ്റേഡിയങ്ങളും ഫിഫ അംഗീകാരത്തിൽ ഉയർത്തുന്നുണ്ട്. പല സ്ഥലത്തും വർക്ക് കിടക്കുന്നുണ്ട്.
കാരണം അതിന് ഇത്ര സീറ്റിംഗ് വേണം, ഇത്ര കപ്പാസിറ്റി വേണം, ഇതുപോലത്തെ പിച്ചുകൾ വേണം, ഇന്ന ലൈറ്റ് വേണം, അതുപോലെ ഇന്ന ഇവാക്യുവേഷൻ പ്ലാൻ വേണം, ഇത് വേണം. ഇത് ആ അർത്ഥത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അത് നല്ലതാണെന്നേ. ഇനി മെസ്സി വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ എന്താ പറയുന്നത് അറിയോ, മെസ്സി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന്. കാരണം അനാവശ്യ ചർച്ചയാണ്. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരും. ഒഴിഞ്ഞു മാറ്റമല്ല, ഞാൻ അതാണ് നിങ്ങൾ തിരിക്കുന്നുണ്ടോ? മെസ്സി വരുന്നുണ്ടോ നിങ്ങൾ തിരിക്കും. അതാ ഞാൻ പറയാം, ഒഴിഞ്ഞു മാറ്റമല്ല. ഞാൻ പറയുന്നത് അറിയോ, നവംബർ അല്ല, ഒരു മിനിറ്റ് സഹോദരൻ പറഞ്ഞോട്ടെ. മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കും, മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ കഴിയും. ഞാൻ അതിന് ശ്രമിക്കും എന്നുള്ളതല്ല, അത് നടക്കും. ആ സമയം ഒരു മിനിറ്റ്. ഇനി അത് കഴിഞ്ഞ് മാർച്ചിലേക്ക് ഈ നവംബറിൽ അപ്രൂവൽ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞ നവംബറിൽ അപ്രൂവൽ എടുത്ത് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം മാർച്ച് വരെ സമയമുണ്ടല്ലോ. അതിനുശേഷം സർക്കാരിന് ഇഷ്ടമുണ്ടെങ്കിൽ, GCDക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഈ കളി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നടത്തിക്കൂടെ ഞാൻ ചെയ്തത്. ഫിഫ കോൺടാക്ട് ചെയ്യുന്നത് സ്പോൺസർ ആയിട്ടാണോ അതോ അല്ലല്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ അതിനെ കൃത്യമായിട്ടുള്ള അത് നിങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ട് അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനകത്ത് നല്ല റോളുണ്ട്. അവർ നിരന്തരം ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അവർ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നേ. അതില്ലാന്ന് നിങ്ങൾ പറയല്ലേ. അവർക്ക് അറിയാം ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാ ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. അവർ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെന്നിട്ട് നേരെ കൊടുക്കുകയല്ല. അത് എല്ലാം ഇപ്പം നിങ്ങളോട് പറയാൻ കഴിയുമോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഫെഡറേഷനുമായിട്ട് സംസാരിച്ച് ധാരണയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം മാതൃഭൂമിനെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഞാനിതാ കൊള്ളയടിച്ച് കൊണ്ടുപോകാണെന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. ഞാൻ കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഒരു മിനിറ്റ് പറഞ്ഞിട്ട് തീർത്തട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇവിടെ ഞാൻ ഇത്രയും പൈസ മുടക്കി ഈ സ്റ്റേഡിയം നവീകരിച്ച് ഞാനിത് സർക്കാരിന് വിട്ടുകൊടുക്കും. അതിനുശേഷം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്താം, എനിക്കിതിനകത്ത് ഓരോ അധികാരം ഉണ്ടാവും. എനിക്കത് വേണ്ടതാനും. ഞാൻ ഉദ്ദേശിച്ചത് എന്താ, ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി കാര്യം ചെയ്യും. അത് ചെയ്യാനുള്ള മാക്സിമം ശ്രമം നടത്തും. അത് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തും. ഇനി ഇല്ല ചേട്ടാ, ഞാൻ പറയുന്നത് ഒരു സുതാര്യത പ്രശ്നമില്ല. ഒറ്റ പ്രശ്നമുള്ളൂ. എന്താണെന്നറിയോ, അല്ല ഞാൻ പൊതുമുതൽ കൈകാര്യം ചെയ്യുമ്പോൾ അല്ല ഞാൻ പുലർത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഞാൻ ഒരു മിനിറ്റ്, നിങ്ങൾ പൊതുമുതൽ സൂക്ഷ്മത എന്താ സൂക്ഷ്മത പുലർത്താത്തെന്ന് പറഞ്ഞേ. അതായത് ഡേറ്റ് പ്രഖ്യാപിക്കുകയോ സ്കോഡ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റേഡിയത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതുപോലെ ഈ സ്റ്റേഡിയം യോഗ്യമാണ്, അതൊക്കെയല്ല. അതാണ് ഞാൻ ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ലേ. എന്താണ് പറയുക, ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ് ഞാൻ പറഞ്ഞത് ഈ കൊച്ചി സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സ്പോൺസർ ആൻഡ് ഓഗസ്റ്റിൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നത്. അതായത് ഈ സ്റ്റേഡിയം ഈ നവംബർ വരെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുള്ളൂ, തങ്ങളുമായിട്ടുള്ള കരാറുള്ളൂ. അതിനുശേഷം സ്റ്റേഡിയം തനിക്ക് വേണ്ട, അത്തരം വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഹൈബീഡൻ MP ആയിരുന്നു രാവിലെ ആൻഡ് ഓഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. GCDയും ഈ കരാർ കമ്പനിയും തമ്മിൽ ചില വഴിവിട്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നായിരുന്നു ഹൈബീഡൻ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. കോൺഗ്രസ് നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഈ സ്റ്റേഡിയം സന്ദർശിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ഥിതിഗതികൾ, അതായത് സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. 70 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരിക്കുമെന്നായിരുന്നു ആൻഡ് ഓഗസ്റ്റിൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും, അതായത് ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില ദുരൂഹതയുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടുണ്ട് എന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുന്നു. മാത്രമല്ല, മെസ്സിയെ താൻ കൊണ്ടുവരും, മാർച്ചിൽ കൊണ്ടുവരും. ഇനി അർജന്റീന ടീം വന്നില്ലെങ്കിലും, അർജന്റീന ടീമിൻ്റെ മത്സരം നടന്നില്ലെങ്കിലും മെസ്സിയെ കൊണ്ടുവരുമെന്നാണ് ആൻഡ് ഓഗസ്റ്റിൻ വ്യക്തമാക്കുന്നത്. എന്തായാലും പക്ഷേ ഇപ്പോഴും ഈ വിവാദത്തിൽ ഇപ്പോഴും ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ആൻഡ് ഓഗസ്റ്റിൻ ഇപ്പോഴും തയ്യാറായിട്ടുമില്ല. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. PMC വിഷയവുമായി ബന്ധപ്പെട്ട് KSU സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. മാർച്ച് പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടഞ്ഞു. ഇപ്പോൾ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുന്നു. KSU മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി BB അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, KSU മാർച്ച്
വിശദാംശങ്ങളുമായി ബി അരുൺ ചേരുന്നു. അരുൺ, ഈ KSU മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. ഏതാണ്ട് അരമണിക്കൂറുകളായി പോലീസും KSU പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ പോലീസ് ബാരിക്കേഡിന് അപ്പുറത്താണ്. കുറേ സമയമായി ജലപീരങ്കി പലതവണ പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായ കല്ലേറ് പോലീസിന് നേരെ ഉണ്ടായി. ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാൻ പക്ഷേ പ്രവർത്തകർക്ക് കഴിയിട്ടില്ല. വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന് തൊട്ട് മുന്നിലാണ് ഈ പ്രതിഷേധം. ഏതാനും മീറ്ററുകൾ മാത്രം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കുള്ളത്. ഇതിലെ പ്രവർത്തകർക്ക് ഇതിനകം പരിക്കേറ്റു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ശക്തമായ ലാത്തിച്ചാർജാണ് ഇതുവരെ ഉണ്ടായത്. പോലീസ് രൂക്ഷമായ കല്ലേറും ഉണ്ടായി. ഇപ്പോൾ ഒരു യൂണിറ്റ് കൂടി ജലപീരങ്കി വരുൺ ഒരു യൂണിറ്റ് കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. തൊട്ടടുത്ത സ്കൂൾ കായികം നടക്കുകയാണ്. അവിടെയുള്ള കുട്ടികളും ഈ കാഴ്ചക്കാരായി എത്തുന്നുണ്ട്. അപ്പോൾ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. പക്ഷേ പോലീസിന്റെ അടുത്തേക്ക് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് എത്താൻ ഇതുവരെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലാണ് ശക്തമായ സമരം തുടരുന്നത്. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് പോലീസിനടുത്തേക്ക് എത്താൻ ആയിട്ടില്ല. സംഗീ കുട്ടി ശിവൻകുട്ടി എന്ന പ്ലക്കാർഡുകളുമായി ബാനറുകളുമായി മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകരുടെ പ്രതിഷേധമുള്ളത്. ഇത്തരത്തിൽ ശക്തമായ സമരം ഇനിയും തുടരുമെന്ന് KSU പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ സമരം തുടരുന്നത്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. CPMന്റെ ചുവന്ന കൊടിയും BJPയുടെ കാവി കൊടിയും ചേർത്ത് കെട്ടിയുള്ള പരിഹാസവുമുണ്ട്. CPMനും സർക്കാരും മുഖ്യമന്ത്രിക്കുമെതിരെ. CPMനും സർക്കാരും മുഖ്യമന്ത്രിക്കുമെതിരെ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് CPM BJP കൂട്ടുകെട്ടാണ് ഈ കരാറിന് പിന്നിലെന്ന ആരോപണവും ആക്ഷേപവുമായി ഇപ്പോൾ KSUവിന്റെ ശക്തമായ സമരം പുരോഗമിക്കുന്നത്. തൊട്ടപ്പുറത്ത് ദൃശ്യങ്ങളുണ്ടെന്ന് കരുതുന്നു. ഈ കായികമേള നടക്കുന്ന കായികമേളയുടെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയമാണ്. അവിടെ നിന്നുള്ള കുട്ടികൾ, ഈ കായികമേളയിൽ പങ്കെടുക്കാത്ത കുട്ടികളടക്കം ഇവിടെ ഈ സമരം കാഴ്ചക്കാരായി എത്തിയിട്ടുണ്ട്. അപകടകരമായ ഒരു സ്ഥിതി കൂടിയാണ്. കാരണം തൊട്ടടുത്താണ് ഈ സംഘർഷം നടക്കുന്നത്. അവിടെ നിന്ന് തന്നെ പ്രവർത്തകർ കല്ലെടുത്ത പോലീസുകാരെ എറിയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് തന്നെ പോലീസ് ജലപീരങ്കിയും വരുന്നുണ്ട്. കുട്ടികൾ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നുമുണ്ട്. ഏതായാലും സംഘർഷം തുടരുന്നു, പ്രതിഷേധം തുടരുന്നു. ഒരു കാരണവശാലും പിന്തിരിഞ്ഞു പോകില്ല നിലപാടിലാണ് KSU പ്രവർത്തകരുള്ളത്. എല്ലാ പ്രവർത്തകരും കൂടുതൽ സംഘടിച്ച് ഇവിടേക്ക് എത്തുകയാണ്. വനിതാ പ്രവർത്തകർ അടക്കമുണ്ട്. പിന്തിരിഞ്ഞു പോയ പ്രവർത്തകരെ കൂടി നേതാക്കൾ ഇടപെട്ടപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റു എന്നതിന്റെ സൂചനകളും പെൺകുട്ടികൾക്കടക്കം പരിക്കേറ്റു ഇതിന്റെ സൂചനകളുമുണ്ട്. മുറിവേറ്റു പെൺകുട്ടികളെ അടക്കം ആശുപത്രിയിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസിന്റെ എങ്ങനെ പരിക്ക് പറ്റിയെന്ന കാര്യമാണ് വ്യക്തമല്ലാത്തത്. കുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെ പരിക്ക് പറ്റിയത്? ബാരിക്കേഡിന്റെ അവിടുന്ന് പിന്മാറിയ ശേഷം മാറിയിരുന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇരിക്കുന്ന പെൺകുട്ടികളുടെ പുറത്തേക്കാണ് ഡയറക്റ്റ് അത്രയും ഫോഴ്സിൽ പുറത്തേക്ക് അടിച്ചിട്ട് കരിവാളിച്ച് കിടക്കാണ്. ബാരിക്കേഡിന്റെ അവിടുന്ന് പിന്മാറി ബാരിക്കേഡിൽ നിന്ന് പിൻവാങ്ങി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവിടേക്കും ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മുതുകിലൊരു പരിക്കേറ്റിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ശക്തമായ കല്ലേറ് പോലീസിനെതിരെ വീണ്ടും തുടരുകയാണ്. പ്രവർത്തകർ നേതൃത്വം വിലക്കുന്നുവെങ്കിലും പ്രവർത്തകർ വിഭാഗത്തിൽ ശക്തമായ കല്ലേറ് പോലീസിനെതിരെ. ജലപീരങ്കിക്ക് നേരെയാണ് ഈ കല്ലേറ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. പോലീസ് പലതവണ പല റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പിന്മാറാതെ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. മുദ്രാവാക്യം വിളികളുമായി ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പ്രവർത്തകർ കടക്കാനായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പോലീസ് ജലപീരങ്കി അല്ലാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുമില്ല. ഈ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമോ അരുൺ? കാരണം നിലവിൽ പോലീസിനെ പല രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് KSU പ്രവർത്തകർ. പോലീസ് ഇതിൽ അത്ര നടപടിയിലേക്ക് കടക്കാൻ രണ്ട് കാര്യങ്ങളാണ് അപകടകരമായി ഉള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കായികമേളയുടെ പ്രധാന വേദിയാണ്. ദൃശ്യങ്ങൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ ആ ദൃശ്യങ്ങൾ വരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ കായികമേളയിൽ പങ്കെടുക്കാത്ത കുട്ടികൾ ഈ സമരത്തിന് തൊട്ടടുത്ത കുട്ടികൾ നിൽക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. ഇതിന് നേരെ എതിർവശത്താണ് മന്ത്രിമാർ. ഈ ബാരിക്കേഡ് ഉള്ളതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറം മാത്രമാണ് മന്ത്രിമാരുടെ ഓഫീസുകളുള്ളത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ അടക്കം ഓഫീസുകളുള്ളത് അവിടെയാണ്. ഈ കുട്ടികളൊക്കെ ഇവിടെ കാഴ്ചക്കാരായി ഇപ്പോൾ നിൽക്കുന്നുമുണ്ട്. എവിടുന്ന് വരും നിങ്ങള്? അടി അടക്കുന്ന കണ്ടില്ലേ? ജലപീരങ്കി വരില്ലേ? ദേഹത്ത് പറ്റിയ പേടിയില്ലേ? പട്ടി പിന്നെ വരേക്ക് അവിടെ പോയി കളിച്ചൂടെ?
കണ്ടിട്ടേ പോകണം. ഇതൊക്കെ വീട്ടുകാർ കാണുന്നുണ്ട്. മാർച്ച് എന്തിനാണ് മാർച്ച് നടക്കുന്നത് അറിയാമോ? എന്തിനാണ്? അതൊന്നുമല്ല. ഏതായാലും അവർ കായികമേളയിൽ പങ്കെടുക്കാമെന്ന കുട്ടികളാണ്. അവർ പക്ഷെ ഇപ്പോഴും അവരുടെ ദേഹത്തൊക്കെ ജലപീരങ്കി അടിച്ചു എന്ന് പറയുന്നെങ്കിലും പിന്തിരിഞ്ഞു പോകാതെ വളരെ ചെറിയ കുട്ടികളടക്കം ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് ഇവിടെ ഈ പ്രതിഷേധവും അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ് KSU പ്രവർത്തകർ. പിന്തിരിഞ്ഞു പോയ പ്രവർത്തകർ വീണ്ടും എത്തി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ പോലീസും ഇവിടേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരെ കസ്റ്റഡി നീക്കാൻ വേണ്ടിയാകണം ഇവിടേക്ക് അവർ വരുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് എത്താതെ പ്രവർത്തകരെ പോലീസിന്റെ കസ്റ്റഡി എടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഒന്നുകിൽ പോലീസ് ഇപ്പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ഇവർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോകണം. രണ്ടും ഇപ്പോൾ സംഭവിക്കുന്നില്ല. പകരം ഈ ബാരിക്കേഡ് അപ്പുറവും ഇപ്പുറവുമായി നിന്നുള്ള ശക്തമായ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലാത്തിചാർജിലേക്കൊന്നും കാര്യങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ സൂക്ഷ്മമായ കല്ലേറുണ്ട്. മറുഭാഗത്ത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അരുൺ, എന്താണ് പ്രവർത്തകരുടെ ഒരു ആവശ്യം? എന്താണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണോ KSUവിന്റെ തീരുമാനം? PMC പദ്ധതിയിലെ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട CPM BJP ധാരണ എന്ന് തന്നെയാണ് ഇവരുടെ പ്രധാനമായ ആക്ഷേപം. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയാണ് പ്രതിഷേധം തുടരുമെന്ന് തന്നെ അവർ പറയുന്നു. പിന്തിരിഞ്ഞു പോകുന്ന ഒരു ലക്ഷണങ്ങളും ഇതുവരെയും പ്രവർത്തകർ കാണിക്കുന്നില്ല. പ്രവർത്തകർ കാണിക്കുന്നില്ല. പിന്തിരിഞ്ഞു പോയവർ കൂടി ഇപ്പോൾ വീണ്ടും സംഘടിച്ച് ഇവിടേക്ക് എത്തി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. വനിതാ പ്രവർത്തകരടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗവുമാണ്. വീണ്ടും നേതാക്കൾ പ്രവർത്തകരെ ഇതിന്റെ സമീപത്തേക്ക്, ബാരിക്കേഡ് സമീപത്തേക്ക് വീണ്ടും വിളിക്കുകയാണ്. ഏത് തരത്തിലുള്ള ഒരു സമരം അവസാനിപ്പിക്കുന്ന സൂചനകളാണോ എന്ന് വ്യക്തമാവുന്നില്ല. ഏതായാലും നേതൃത്വം ഇവിടെ ഇപ്പോൾ നേതാക്കൾ സംസാരിക്കുകയാണ്. KSUവിന്റെ ജില്ലാ അധ്യക്ഷ അടക്കമുള്ള നേതാക്കൾ ഇവിടെ പ്രവർത്തകരെ ഇപ്പോൾ അഭിസംബോധന ചെയ്യുകയാണ്. സമരം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകൾ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കരുതാം. ഏതായാലും എന്താണ് അവരുടെ അടുത്ത പദ്ധതി എന്ന് ഇതുവരെ വ്യക്തമാണ്. BB അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് KSU സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. KSU മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കല്ലേറുമുണ്ടായി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.